നയൻത് ഹൗസ് എന്ന് പറയുന്നത് തീർത്ഥാടനമാണ്, പൂർവജന്മ സുഹൃതമാണ്, ആത്മീയതയാണ്, പിതാവാണ്, ഗുരുവാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് അറിവുകളാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്, ഭാഗ്യമാണ്. ആത്മകാരക ഗ്രഹം 9 നിന്ന് കഴിഞ്ഞ് അത് ബലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ് പൊതുവെ നല്ല അഭിപ്രായമായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഞാൻ വളരെ കുറച്ച് ജാതകങ്ങൾ മാത്രമേ 9 ആത്മകാരക ഗ്രഹം നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ. വ്യാഴവും ശുക്രനും നിൽക്കുന്നത് രണ്ടുപേരെ അറിയാം. രണ്ടുപേരും നന്നായിട്ട് ട്രാവൽ ചെയ്യും, രണ്ടുപേരും അത്യാവശ്യം സ്പിരിച്വലാണ്, രണ്ടുപേരും പക്ഷേ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. പല കാര്യങ്ങളോടെ ചേർന്നിട്ടാണ്, ബലം കൂടുതൽ മറ്റു പല ഗ്രഹങ്ങൾക്കുമാണ്. ഒരാൾ സ്ത്രീയും ഒരാൾ പുരുഷനുമാണ്. രണ്ടുപേരും നല്ല മനുഷ്യരാണ്. ഈശ്വരീയ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാനും. ആ സ്ത്രീ 33-34 വയസ്സുണ്ട്, അവരൊരു വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണ്, ലേഡിയാണ്. അവർക്ക് അവരുടെ അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഈ 9th വ്യാഴമാണ്, അവർക്ക് ഗുരു ഉണ്ട്, ഗുരുവിനോടും നല്ല അറ്റാച്ച്മെന്റ്. ഇപ്പം എൻ്റെ അടുത്തു നിന്നാണ് അസ്ട്രോളജി ഒക്കെ പഠിച്ചിട്ടുള്ളത്, കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്, അതിനുശേഷം അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. അപ്പം അവര് വളരെ ശക്തമായിട്ടുള്ളൊരു ഗുരുത്വം കാത്തു സൂക്ഷിക്കുന്ന, വളരെ ആത്മീയപരമായിട്ട് ഒരുപാട് ഉയരത്തിലുള്ള, എന്നാൽ ജീവിതത്തിൽ ഭാഗ്യം അവരെ ഒരുപാട് സഹായിക്കുകയും ഉന്നത വിദ്യാഭ്യാസം കിട്ടുകയും പിതാവിൽ നിന്നും സ്വത്തും ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയും ഗുരുവിൽ നിന്നും ദീക്ഷ ലഭിക്കുകയും അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ ജ്യോതിഷം പോലുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുന്നത്. അവരുടെ ജാതകം എനിക്ക് പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ പ്രധാനമാണ്. പിന്നുള്ളത് ഒരു പുരുഷ ജാതകമാണ്. 42 വയസ്സേ ആയിട്ടുള്ളൂ. വിഷ്ണു ഉപാസകനാണ്. കൊങ്ങിണി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പാരമ്പര്യമായിട്ട് തന്നെ ഒരു വൈഷ്ണവ ഉപാസകരാണ്, വിഷ്ണു ഉപാസകരാണ്. അപ്പോൾ അതിൽ ഭൂമിയിലുള്ള 108 ദിവ്യ തിരുപ്പതികളിൽ ഏകദേശം 104 ക്ഷേത്രങ്ങളിലോളം ഈ ചെറുപ്രായത്തിനുള്ളിൽ പോയി കഴിഞ്ഞു. ശുക്രൻ 9 ആത്മകാരകനായതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫാമിലിയാണ്. എല്ലാവിധ ലക്ഷറിയസും ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അദ്ദേഹത്തിന് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പുള്ളി അത് ആസ്വദിക്കുന്നതുകൊണ്ട് ഇന്നും അങ്ങനെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ഫണ്ട്, അതുപോലുള്ള കോ പ്രൊഡ്യൂസറായിട്ടൊക്കെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. അസാമാന്യമായിട്ടുള്ള ഭാഗ്യം, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനേക്കാളിലും കൂടുതൽ ഭാഗ്യം തുണച്ച ഒരാളാണ്. ജനിച്ച കാലം മുതൽ അധികം പ്രശ്നങ്ങളിലൂടെ ഒന്നും കടന്നു പോവേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. നല്ലൊരു മനുഷ്യനാണ്. മോശമായ ഒരു വാക്കും ഉപയോഗിക്കാത്ത ഒരാളാണ്. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്ത് ജ്യോതിഷം പഠിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഈ എനിക്കൊന്ന് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെയോ അതോ ഈശയുടെ ഏതോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ സാധനാദി വിഷയങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്.